പോലീസ് എന്താ ചെയ്യുന്നത്? എന്റെ 3 ചോദ്യങ്ങൾ ഞാൻ ഇവിടുത്തെ പോലീസിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും വലിയ വിവാദമായി ഈ വടകരയിലെ ജനങ്ങളെ, കോഴിക്കോട്ടെ ജനങ്ങളെ, കേരളത്തിലെ ജനങ്ങളെ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ തമ്മിലടുപ്പിക്കാൻ നടത്തിയ ഹീനമായ ശ്രമമായിരുന്നു കാഫിർ സ്ക്രീൻഷോട്ട്. ആ കാഫിർ സ്ക്രീൻഷോട്ടിന്റെ ഉപജ്ഞാതാവ് ആരാണ്? അത് ആരുടെ ഫാക്ടറിയിൽ പുറപ്പെടുവിച്ചതാണ്? അത് ആരുടെ വ്യാജമായ സൃഷ്ടിയാണ് എന്ന് കേരളത്തിലെ ജനങ്ങളോട് പറയാൻ ഈ പോലീസിന് ആർജവമുണ്ടോ? നടപടിയെടുക്കാൻ ആർജവമുണ്ടോ എന്ന് ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിസാരമായി കണ്ടെത്താവുന്ന ഒരു കേസിനെ ഞങ്ങളുടെയൊക്കെ തലയിലിട്ട് വെക്കാൻ നോക്കി യോഗം നടത്തി ഇങ്ങനെയൊക്കെ വർഗീയത പറയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ചോദ്യമിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. പിണറായി വിജയനാണ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി, പിണറായി വിജയനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി, അവരുടെ കയ്യിലാണ് പോലീസ്, അവരുടെ അടിമപ്പണിയാണ് പോലീസ് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ പോലീസിനെ കൊണ്ട് ഈ നാടിനെ തമ്മിലടിപ്പിക്കാൻ നടത്തിയ ആ ശ്രമത്തിന്റെ പിന്നിൽ ആരാണത് സൃഷ്ടിച്ചത് എന്ന് പറയാൻ ഈ പോലീസിന് ഉത്തരവാദിത്തമല്ലേ? ഇതുവരെ അത് പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ ആരെങ്കിലും ആണെങ്കിൽ അവർ പറയാതിരിക്കുവോ? അത് പുറത്ത് കൊണ്ടുവരാതിരിക്കുവോ? 2, വടകരയിൽ തന്നെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ബാബുവേട്ടന്റെ വീട്ടിലേക്ക് ബോംബെറിഞ്ഞു. ഇതുവരെ ആരാണ് പ്രതി എന്ന് പറഞ്ഞിട്ടില്ല. RMP നേതാവിന്റെ വീട്ടിലേക്ക് 3 ബോംബെറിഞ്ഞു. 3 ഇതുവരെ ആരാണ് പ്രതി എന്ന് പറഞ്ഞിട്ടില്ല. എന്താ കോഴിക്കോട്ടെ പോലീസിന് പണി? എന്ത് ഉത്തരവാദിത്തമാണ് അവർ നിറവേറ്റുന്നത്? എവിടെയാണ് നിയമലംഘനവും ക്രമസമാധാന തകർച്ചയും ഉണ്ടാവുമ്പോ പോലീസിന്റെ ഇടപെടൽ ഉണ്ടാവുന്നത്? അപ്പൊ ഒരു പ്രതിയെ പിടിക്കണ്ടെന്ന് CPM പറഞ്ഞ അപ്പൊ പോലീസ് ആ പണിയൊക്കെ നിർത്തുകയാണോ? എന്നാ പിന്നെ ജനങ്ങൾ ഒരു തീരുമാനമെടുക്കും. ആ പോലീസിങ്ങും ആ പോലീസിനെ സംരക്ഷിക്കുന്ന സർക്കാരും കേരളത്തിൽ ഇനി വേണ്ട എന്ന് കേരളത്തിലെ ജനങ്ങൾ എടുക്കുന്ന തീരുമാനത്തിന് കോഴിക്കോട്ടെ പിന്തുണയുണ്ടാകും. ഞാൻ പറയുന്നു, കോഴിക്കോട്ടെ സമീപകാല ചരിത്രം തിരുത്തും. ഈ ക്രൂരതക്കെതിരെ പ്രതികരിക്കുന്നവരുടെ പട്ടികയിൽ കോഴിക്കോട്ടെ ജനങ്ങൾ ഉണ്ടാകും. ഇത്തവണ കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന MLA-മാരുടെ ഭൂരിപക്ഷം അത് UDF-നായിരിക്കും, കോൺഗ്രസിന് MLA-മാരുണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിലും ഒരു സംശയം വേണ്ട. ജനങ്ങൾക്ക് മടുത്തിരിക്കുന്നു, വെറുത്തിരിക്കുന്നു. ആ ജനങ്ങളുടെ പ്രതിഷേധം ഏറ്റെടുത്തിട്ടാണ് ഈ സമരം മുന്നോട്ട് പോകുന്നത്. ഇവിടെ ദുൽക്കിഫിൽ ഉൾപ്പെടെയുള്ള ആളുകളുടെ കാര്യത്തിൽ വടകരയിൽ നമ്മൾ കണ്ടതാണ്. അവിടെ പോലീസ് ഒരു വശത്ത് പോലീസ് അടിക്കുന്നു, വേറൊരു വശത്ത് പോലീസ് അടിക്കാൻ പിടിച്ചു കൊടുക്കുന്നു. വണ്ടി പോലീസ് തടുത്തിടുക, എന്നിട്ട് മറ്റവരോട് വന്ന് മർദ്ദിച്ചോളാൻ പറയാ. അത് പോലീസ് നോക്കി നിൽക്കുക. അതിന്റെ ദൃശ്യങ്ങളും ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട്. എന്തിനാണ് പോലീസിനെ ഇങ്ങനെ DYFI പോലെ അവിടെ കാണിക്കുന്നുണ്ട്? അതിന്റെ ദൃശ്യങ്ങൾ DYFI-യുടെയും SFI-യുടെയും പോലെ ഒരു പോഷക സംഘടനയാക്കി പോലീസിനെ കൊണ്ടു നടക്കാമെന്നും ആ കൊണ്ടു നടക്കുമ്പോൾ ഉണ്ടാകുന്ന സൗകര്യങ്ങളുടെ പേരിൽ, ഭരണത്തിന്റെ സൗകര്യത്തിന്റെ പേരിൽ ചോദ്യങ്ങൾ ഉയർത്തുന്നവരെ, പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നവരെ അടിച്ചമർത്താമെന്നൊക്കെയാണ് വ്യാമോഹിക്കുന്നെങ്കിൽ അതിനെതിരെ ജനാധിപത്യ പ്രതിഷേധമുണ്ടാകും, ജനാധിപത്യ ജനകീയ മുന്നേറ്റമുണ്ടാകും. ആ മുന്നേറ്റങ്ങളുടെയും പ്രതിഷേധങ്ങളുടെയും വളരെ വലിയൊരു അധ്യായമാണ് ഇന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രിയങ്കരനായ അഡ്വക്കേറ്റ് K. പ്രവീൺ കുമാർ കഴിഞ്ഞ 4 വർഷമായി ഈ കോഴിക്കോട് ജില്ലയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് കരുത്തുറ്റ നേതൃത്വം നൽകുന്ന സമരരംഗത്തും സംഘടനാ രംഗത്തും പാർട്ടിയുടെ ഓരോ പ്രവർത്തകനും അഭിമാനിക്കുന്ന ഒരു സമുച്ചയം ഉൾപ്പെടെ ഈ പ്രസ്ഥാനത്തിന് ഈ കാലയളവിൽ നൽകിക്കൊണ്ട് നടത്തുന്ന നിരന്തരമായ സംഘടനാ സമര പോരാട്ടങ്ങൾക്ക് ഒരു എളിയ പാർട്ടി പ്രവർത്തനം എന്ന നിലക്കും KPCC-യുടെ വർക്കിംഗ് പ്രസിഡന്റ് എന്ന നിലക്കും വടകരയുടെ എളിയ ജനപ്രതിനിധി എന്ന നിലക്കും ഒരു പഴയ KSU യൂത്ത് കോൺഗ്രസ്സുകാരൻ എന്ന മനസ്സോടെ ഈ സമര പോരാട്ടത്തിന് നിറഞ്ഞ സമരാഭിവാദ്യങ്ങൾ ഹൃദ്യമായി നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് കോൺഗ്രസ് പാർട്ടി.